പേര് സയനബൂബക്കർ. എൻ്റെ പേര് ഷാസർ. ഞങ്ങൾ GVP സ്കൂളിൽ പഠിക്കുന്ന 6ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ സ്കൂൾ ഇന്നോവേഷൻ മാരത്തോണിന്റെ ഐഡിയ ആണ് സമർപ്പിക്കുന്നത്. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ജലം, വായു, മണ്ണ് എന്നിവ മലിനമായി കൊണ്ടിരിക്കുകയാണ്. മലിനീകരണത്തിനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് അനിയന്ത്രിതമായ രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഇലക്ട്രോണിക് വേസ്റ്റ് എന്നാൽ നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും വ്യവസായശാലകളിലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഇവയിൽ ഉൾപ്പെടുന്നവ ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഓവൻ, വാഷിംഗ് മെഷീൻ തുടങ്ങിയവയാണ്. ഇത്തരം വസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ് ഗൂഗിൾ ഫോം വഴി ഞങ്ങൾ സർവേ നടത്തിയത്. വീടുകളിൽ ഈ വേസ്റ്റ് ഉണ്ടാകുന്നത് ശരിയായ രീതിയിൽ നീക്കം ചെയ്യുന്നതിനെ പറ്റി ബഹുഭൂരിപക്ഷത്തിന് വ്യക്തമായ ധാരണയില്ല. എന്നാൽ ഹരിതകർമ്മസേന, ആക്രി ശേഖരിക്കുന്നവർ, പഴയ ഉപകരണങ്ങൾ ശേഖരിക്കുന്നവർ ഇവർ മൂലം ഒരു വലിയ പങ്ക് വീടുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ ഫോം വഴി സർവേ നടത്തിയപ്പോൾ ചില ആശുപത്രികളിൽ, വ്യവസായശാലകൾ എന്നിവിടങ്ങളിൽ കുന്നുകൂടി കിടക്കുകയാണ്. ചില വീട്ടുകാർ അവയെ കത്തിക്കുകയും ചില വീട്ടുകാർ അലക്ഷ്യമായി മണ്ണിലേക്ക് വലിച്ചെറിയുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനൊരു പരിഹാരമായി ഇ-വേസ്റ്റ് സോർട്ടിംഗ് റീസൈക്ലിംഗ് പ്രോട്ടോടൈപ്പാണ് ഞങ്ങൾ ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഇതൊരു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വ്യവസായശാലകൾ എന്നിവിടങ്ങളിൽ നിന്ന് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയെ പ്രയോജനപ്പെടുത്തി ഇലക്ട്രോണിക്കൽ വേസ്റ്റ് ശേഖരിച്ചതിന് ശേഷം ഈ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോട്ടോടൈപ്പ് ഇൻപുട്ട് യൂണിറ്റ് ഭാഗത്തിലേക്ക് നിക്ഷേപിക്കുന്നു. പ്രൊസസർ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, മെറ്റൽ വേസ്റ്റുകൾ ഇവയെ വേർതിരിക്കുന്നു. ഇതിനായി നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നു. ഔട്ട്പുട്ട് 1